കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. തോമസ് സ്റ്റീഫൻ കമ്പനി. കൊല്ലത്തെ ഓട് വ്യവസായത്തിൻ്റെ പഴമ പേറുന്ന തോമസ് സ്റ്റീഫൻ കമ്പനി ഇന്ന് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. രാജഭരണകാലത്ത് 1910 കൊല്ലം തോടിൻ്റെ തീരത്ത് 10 ഏക്കർ സ്ഥലത്ത് പ്രവർത്തനം തുടങ്ങിയ സ്ഥാപനം 1915 പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാക്കി. കൊല്ലത്തെ വ്യവസായ പ്രമുഖർ തുടക്കത്തിൽ മുതൽ മുടക്കിയെങ്കിലും തോമസ് സ്റ്റീഫൻ എന്ന ഇംഗ്ലീഷ് വംശജനായ ഇന്ത്യക്കാരനായിരുന്നു ആദ്യത്തെ മാനേജിംഗ് ഡയറക്ടർ. 6000-ൽ പരം തൊഴിലാളികൾ പണിയെടുത്തിരുന്ന കമ്പനിയിൽ ബോണസ്, പ്രോവിഡന്റ് ഫണ്ട് തുടങ്ങിയ ആനുകൂല്യങ്ങൾ നൽകിയിരുന്നു. കമ്പനിയുടെ ഉൽപ്പന്നമായ പവർ കളർ റോഡിന് വിദേശ വിപണിയിലും ഏറെ ആവശ്യക്കാരുണ്ടായി. അണക്കെട്ടുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്ന സുർക്കി കമ്പനിയുടെ ഉൽപ്പന്നമായിരുന്നു. 9 ലക്ഷം രൂപ പ്രവർത്തന മൂലധനത്തിൽ തുടങ്ങിയ കമ്പനി 7 കോടിയുടെ ആസ്തിയിലേക്ക് വളർച്ച നേടി. തേക്ക് തടിയിലായിരുന്നു കെട്ടിട നിർമ്മാണം. കൊല്ലം തോട് വഴി ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്നതിനായി കമ്പനിക്ക് സ്വന്തമായി പത്തേമാരികളും പായ്ക്കപ്പലുകളും ഉണ്ടായിരുന്നു. ഭരണാധികാരികളുടെ ചേരിപ്പോരും ധൂർത്തും ഒടുവിൽ കമ്പനിയെ തകർച്ചയിലേക്ക് നയിച്ചു. കയറ്റി അയച്ച ചരക്കുകൾ കടലിൽ മുങ്ങിപ്പോയതായി കെട്ടുകഥ മെനഞ്ഞ് വിദേശത്ത് നിന്ന് പണം സ്വീകരിച്ച മാനേജ്മെൻറ്റിലെ ചിലരുടെ നടപടി ഏറെ വിവാദമുയർന്നിരുന്നു. ആർ പ്രകാശത്തെ പോലുള്ള പ്രഗത്ഭമതികൾ കമ്പനിയെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. 1998 കമ്പനി പൂർണ്ണമായും അടച്ചുപൂട്ടി. ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത തൊഴിലാളികൾ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.